18 ലക്ഷം രൂപ എന്റെ മുന്നിൽ കുറിപ്പേട്ട മേശക്കകത്ത് വെച്ചത് എനിക്ക് ഉറപ്പാ. മോള് കടയിലൊക്കെ നോക്കിയായിരുന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി, ഇല്ല. ആർക്കെങ്കിലും കൊടുത്തെന്നുള്ള കേസ് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ കുറിപ്പേട്ട അത്ര കാശ് എങ്ങനെ ചെലവാക്കാനാണ്? ഞാൻ അന്വേഷിക്കാം മോളെ. എങ്കിൽ ഞാൻ പോട്ടെ. ചായ കുടിക്കണല്ലേ? ഇപ്പൊ വേണ്ട. ശരിയെന്നാ. റഫീഖേ, മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടുന്ന ജോലിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ വേറെ ജോലിക്ക് വെക്കോ. മുളകിട്ട വെണ്ടയ്ക്ക ഇതെന്താ സാധനം? കഴിച്ചു നോക്ക്. പിന്നെ മുളകിട്ട ചേന, അതുപോലെ വെറൈറ്റികൾ പലതും ഉണ്ട്. അങ്ങനെ എൻ്റെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ എന്നെ തിരിച്ചറിയും. അല്ല, ചേട്ടൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ? മൂപ്പര് ഞങ്ങളുടെ കൂട്ടത്തില് സായിപ്പ ആഹാ, മിനറൽ വാട്ടറേ കുടിക്കൂ. ടിഷ്യൂ പേപ്പർ എപ്പോഴും അത് കൊള്ളാം. ഓ, ഫുഡ് നന്നായിരിക്കുന്നു, നല്ല ടേസ്റ്റ്. സന്തോഷം. ഞാൻ പുതിയൊരു ലേഡീസ് വിങ് സെക്യൂരിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലിസമ്മയായിരിക്കും അതിന്റെ ചീഫ്. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ മോളെ? ഈ സെക്യൂരിറ്റിക്കാർക്കൊക്കെ എത്ര ബില്ല് വരും? മോള് ചോദിച്ചു നന്നായി. അളിയൻ തന്ന 1 ലക്ഷത്തില് ഇത് നിൽക്കില്ല. ഞാൻ കണക്കൂട്ടി നോക്കിയായിരുന്നു. എങ്ങനെയായാലും സെറ്റിൽ ചെയ്യുമ്പോ ഒരു 1.20 വരും. അപ്പൊ ബാക്കി കാശോ? എനിക്കൊരു കാര്യം നിർബന്ധമാണ്. ഈ കാശും നമ്മുടെ റിലേഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ പോകുന്ന നേരത്ത് ആ ബില്ലങ്ങ് തരും. മോളൂസ് എന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്തേക്ക്. ഓക്കെ. മാമനോട് വേറൊന്നും തോന്നരുത് കേട്ടോ. എന്തു തോന്നാൻ? അതെനിക്കും അങ്ങനെ തന്നെയാ. മാമൻ വേറെ, കാശ് വേറെ. അങ്ങനെ തന്നെ വേണം. അപ്പൊ അച്ഛൻ തന്ന 3 ലക്ഷത്തിന് ചെലവായതെടുത്തിട്ട് ബാക്കി കാശ് തന്നാ മതി. ഏത് 3 ലക്ഷം? ആരുടെ കാശ്? ഏതച്ഛൻ? എവിടുത്തെ അച്ഛൻ? മോളത് എന്തൊക്കെയാ പറയുന്നത്? ഇതെവിടുന്ന് കിട്ടി? കിട്ടിയത് എനിക്കാ. ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന. പക്ഷെ എനിക്ക് കിട്ടിയ വാഷിംഗ് മെഷീൻ്റെ അടുത്തു നിന്ന് അതപ്പം അതിൻ്റെ അടുത്ത് അനുവിനും കൊടുത്തു. അതെ, പോകും മുമ്പ് ആ കാശ് അമ്മ ഏൽപ്പിച്ചേക്കണേ. എന്നോടൊന്നും തോന്നല്ലേ മാമ. എടാ മുളകിട്ട പരനാറി, നീ ആ കത്ത് എന്നെ ഏൽപ്പിച്ചിരുന്ന് ഞാൻ എന്തെങ്കിലും തരില്ലായിരുന്നു. പിന്നെ തിന്നിട്ട് തന്നില്ല, അപ്പോഴാ കത്ത് തന്നു. ചുമ്മാതല്ലടാ നിന്റെ ഹോട്ടലിൽ പൂട്ടിപ്പോയത്. നീ മുടിഞ്ഞു പോവും. ഇതെന്റെ ശാപമാടാ നിനക്ക്. മനുഷ്യ, ഈ തടിയുടെ മുക്കാ ഭാഗം എന്റെ കാശിനായിരിക്കും. ഇത്ര വേവോ? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ എനിക്ക്, ഗിരീഷേട്ടാ, മാമ, ഏയ് ഇത് കാശിനൊന്നുമല്ല. ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ. എന്താ എന്തോ പറ്റി? വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഗിരീഷ്, ഗിരീഷേ, ഗിരീഷ്, ഗിരീഷേ, ഞാൻ വരുമ്പോ ഇങ്ങനെ കിടക്കുമായിരുന്നു. അയ്യോ ഗിരീഷ് ബേബി, ഗിരീഷേ. വെട്ടിയിട്ട വാഴത്തടവുല കിടക്കുന്നുണ്ടില്ലേ? ഇവ അടിച്ച പൂക്കുറ്റിയാ മോളെ. അയ്യോ, വ്രതമൊക്കെ പൊളിഞ്ഞല്ലോ അളിയാ. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. ഇവൻ അടിച്ചിട്ടുണ്ട്. അതിന് ഗിരീഷേട്ടൻ എങ്ങും പോയില്ലല്ലോ, പിന്നെ എങ്ങനെ മദ്യം കിട്ടാനാ? അതിന് മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇവിടെ ആളുണ്ടല്ലോ. അതാരാ? നീ തന്നെ. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഈ സാധനത്തിനെ കുടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് താമസം മാറ്റിയവനെ ഞാൻ. ഈ സാധനത്തിനെ കുടിപ്പിക്കാൻ വേണ്ടിയാ നീ ഇങ്ങോട്ട് താമസം മാറിയത്. എന്തിനാ ഗോപി നീ ഇത്? എന്റെ ടീച്ചറെ, എന്നെ 2 ഭാര്യമാർ, എന്നെ 2 മക്കളാണ് സത്യം. ഞാൻ അങ്ങനെ ചെയ്യില്ല, ചെയ്യത്തില്ല, ചെയ്യൂടൂ സാറേ. അടിച്ച കുപ്പിയെ ഇതിനകത്ത് എവിടെയും തന്നെ കാണും. ചെറിലേ സെർച്ച്. എന്നാ സെർച്ച് ചെയ്യും. ലിറില് സെർച്ച് ചെയ്യട്ടെ. ലിറിലല്ലടാ, സെറിൽ. 2 പോലീസ് നായകളെ വിളി, ഒരുമിച്ച് വന്ന് കണ്ടുപിടിക്കാലോ. ടീച്ചറെ, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കുപ്പി ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. ഇതെന്റെ ചുമയുടെ മരുന്ന്. 2 കുപ്പി ഉണ്ടായിരുന്നു. അതുണ്ട്. ഇത് ഹൈലി സെഡേറ്റീവ് ആണ്. ഒരു ബോട്ടിൽ കഴിച്ചാൽ ബോധം കെട്ട് ഉറങ്ങിപ്പോകും. ഇതൊക്കെ അടിച്ച ഇങ്ങനെയും ഫ്ലാറ്റ് ആവൂ? ഞാൻ തീർത്തൊരു അടിയെന്നോണ്ടല്ലോ താനിപ്പോ ഫ്ലാറ്റ് ആവും. ടീച്ചറെ, ഒരു കാര്യമില്ലാതെ ഇയാൾ എന്നെ നെഞ്ചത്ത് കയറിയത് എന്തിനാണെന്നറിയോ? മിണ്ടരുത്, മിണ്ടരുത്. നീ പിടിച്ചോണ്ട് കുളിപ്പിക്കാൻ നോക്ക്. കേറി വല്ലേ. ബഷീറേ, വേഗം വാ, വേഗം വാ. ആ, പിടിക്ക്. തനിക്ക് ഞാൻ തരാം. നിനക്ക് ഞാന്. ബഷീറേ, കുളിപ്പിച്ച് നോക്കാം. ബോധം വരുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അല്ല, കിണറ്റി കൊണ്ടിടും. ടെൻഷൻ അടിക്കണ്ട. ദേഹത്ത് വെള്ളം വീഴുമ്പോ ആളുണരും. ഇതൊക്കെയല്ലേ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗ. ഈ സമയത്താണ് നമ്മുടെ ഫുൾ കെയർ, സ്നേഹം ഒക്കെ ആൾക്ക് വേണ്ടത്. ആളൊക്കെ ആയിക്കോളും. പിന്നെ ഇവിടെയുള്ള ലിക്വിഡ് ഐറ്റംസ് എല്ലായിടത്തും മാറ്റണം. അതുപോലെ മുറിവുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറ്റിയേക്കണം. എന്തെങ്കിലും അടിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ നാറികളെ.
നിന്നെയാന്ന് തോന്നുന്നു. തന്നെയാടോ. സമ്മതിക്കില്ല മോനെ ഗിരി. നീ എങ്ങനെ ഉറങ്ങണ്ട. ഓ വെള്ളം പോയി എടുക്കടോ. ഇനി ശരിയാവും ശരിയാവും. ഷാക്ക് കിട്ടൂടാ നിനക്കൊക്കെ. അല്ലേ ഇന്നിവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോട്ടല്ലേ. ചേരപ്പാമ്പ് കൊത്തി ചാവും നീയൊക്കെ. ഇന്നെന്റെ പിറന്നാള്. അനു, നീ എന്റെ പേഴ്സ് കണ്ടോ? എനിക്കറിയില്ല. നീ എടുക്കാതെ അത് എവിടെ പോവാൻ? അല്ല, ഇപ്പൊ എന്തിനാ പേഴ്സ്? എനിക്ക് പല ആവശ്യങ്ങളുണ്ടാവും. അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഞാൻ അറിയാതെ ഒരു കാര്യവും നടക്കില്ല. കളിക്കാതെ എന്റെ പേഴ്സ് എവിടെയാന്ന് പറ. ഞാൻ കണ്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ അലമാരിൽ വെച്ചതാ. ഓ, അപ്പൊ ഓർമ്മക്കുറവൊന്നുമില്ല അല്ലേ? ഇല്ല. മോളെ, ഹാപ്പി ബർത്ത്ഡേ. ആഘോഷമൊന്നും ഇല്ലെന്നറിയാം, എങ്കിലും ഒരാഴ്ച മുമ്പ് കുറുപ്പേട്ടൻ ബുക്ക് ചെയ്തതാ. കുറുപ്പേട്ടൻ ഒന്നും മറന്നില്ല. താങ്ക്സ്. ഇത് ടീച്ചറിനുള്ളതാ. ഇനി കത്തുകൾ വല്ലതും ഉണ്ടോ? ഉണ്ട്. കുറിപ്പേട്ടൻ പറഞ്ഞ പോലെ തരാൻ പറ്റുള്ളൂ ടീച്ചറെ. മതി. വ്യാഴാഴ്ച സഞ്ചയനം. അന്ന് രണ്ടാളും ഉണ്ടാവണം. ശരി. വിളി കഴിഞ്ഞോ? ഇല്ല, ഗോപിയാണ് വിളിക്കുന്നത്. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ശരി ടീച്ചറെ. മോളെ, എല്ലാവർക്കും മുറിച്ചു കൊടുക്ക്. അനു, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ മറന്നുപോയിടൂ. പക്ഷെ എന്റെ അച്ഛൻ മറന്നില്ല. ഇവളെപ്പോഴാണ് മുളകിട്ട്? ചേട്ടൻ പോയി അന്ന് തന്നെ ഇട്ട്. ഓഹോ. ആ ഗോപിയേട്ടാ, എടി ലീലെ, ഇതൊക്കെ എങ്ങനെയാടി? ഗോപിയേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് വാരി വിതറി. എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടായി. എന്നാ ഓക്കെ. ഇതിലെന്നാടി? ആരാടി ഇവൻ? ഏതാടി ഇവൻ? ഇതെന്റെ ഗുരു ഗോപിയേട്ടൻ, ഇതെന്റെ വിനോദേട്ടൻ. ഇവനല്ലേ നിന്നെ നിന്റെ രാത്രി ഫോൺ ചെയ്യണവൻ അല്ലേടി? നിങ്ങൾ പോയ സവാള അരിഞ്ഞു വെച്ചേ. പട്ടണ പണി എന്തെങ്കിലും ചെയ്യും. നീ ഒന്ന് വന്നേ. ഞാൻ എപ്പോഴാടി രാത്രി നിന്നെ ഫോൺ ചെയ്തേ? നിങ്ങൾ വിളിക്കാത്തോണ്ട് വേറെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇത് വെറും ഷോ. എന്റെ നമ്പർ ഇല്ലേ കയ്യില്? സഞ്ചയനത്തിന് പറഞ്ഞു. അതിനെ വിളിച്ചോ? ചെല്ലിയല്ലേ? വിനോദേട്ടാ, മീൻ കഴിക്കോ? പോയി നിന്നെ മറ്റവനോട് പറടി. കുറിപ്പേട്ട, വ്യാഴാഴ്ച സഞ്ചയനം. ഗിരി ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണമെങ്കിലും മറിയും. ആരും അറിയാതെ ആ കാശ് ആർക്കാ കൊണ്ടു കൊടുത്തത്?